എല്ലാവരുടെയും മേൽ ഒരുപോലെ ഇടം പിടിക്കുക, അതായിരുന്നു ഉമ്മൻചാണ്ടി. അത് ഈ സ്ഥലത്തേക്ക്, അതായത് ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ ആളുകളെയും കാണുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ഒപ്പം തന്നെ ഒരുപാട് വേറിട്ട് ചിന്തിക്കുന്ന ആളുകളുമൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ അടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി. ഇത് നമ്മളോടൊപ്പം വളരെ ബിനീഷ് കൊടി. രാഷ്ട്രീയം മണ്ണിൽ നിലനിന്നിരുന്നു. ഈ മണ്ണിൽ തന്നെ നിലനിൽക്കേണ്ട നാളുകളിൽ ജീവിതങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഏറ്റവും ശക്തമായി രണ്ടുപേരും പറഞ്ഞിരുന്നപ്പോൾ വ്യക്തിപരമായി എങ്ങനെ അതിൻ്റെ സൗഹാർദ്ദപരമായിട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്നൊരു രാഷ്ട്രീയം കൂടിയാണ് ഉമ്മൻചാണ്ടി അംഗങ്ങളുടെ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്രത്തോളം ജനസഞ്ചയം, ഇത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ആളുകളെ വിസ്മൃതിയിലേക്ക് പോകുവാൻ വേണ്ടി ജനം സമ്മതിച്ചു. അപ്പം ആരെങ്കിലും ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെ കൊണ്ടുവന്നാലും ജനമനസ്സുകളിലുള്ള ആ ഓർമ്മകൾ വിസ്മൃതിയിലേക്ക് പോകാൻ ജനം സമ്മതിക്കില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോഴും ഇവിടെ തടിച്ചു എന്ന ജനസംഖ്യ. ആ ഓർമ്മകൾ ഉമ്മൻചാണ്ടി അംഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊരു ഇമോഷണൽ ഫീലിംഗ് കൂടിയാണ് നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത്. അച്ഛനും ഉമ്മൻചാണ്ടിയും രണ്ടുപേരും രണ്ടിടങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു സൗഹൃദമൊക്കെ എല്ലാവരും അങ്ങോട്ടും കൂടെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ജയിലിലായിരുന്ന ഒരവസരത്തിൽ ഉമ്മൻചാണ്ടികൾ വിളിച്ചുകൊണ്ടിരുന്ന എതിർജീവനങ്ങളിൽപ്പെട്ടിരുന്ന ആളുകൾ ഉമ്മൻചാണ്ടികൾ ഒരു 3-4 പ്രാവശ്യം അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ ആ ജയിലിൽ ഞാൻ കിടന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കുടുംബമാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ പറയുമ്പോൾ ഒരു വൈകാരികത എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കും. ഉമ്മൻചാണ്ടി അംഗങ്ങളെ പോലെയും അച്ഛനെ പോലെയും വ്യക്തിപരമായി ഏറെ അക്രമങ്ങൾ നേരിടുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിലുണ്ട് എന്നുള്ള സംശയമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ഈ രണ്ട് രീതിയിൽ പോകുമ്പോഴും ഇത്തരത്തിൽ സൗഹാർദ്ദങ്ങൾ സാധിക്കും, വ്യക്തിബന്ധങ്ങൾ സാധിക്കും. എതിർക്കുന്നവരെ പോലും സ്നേഹിതരാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷം രണ്ട് നേതാക്കൾ. സ്വാഭാവികമായിട്ടും അമ്മ ഇങ്ങോട്ട് വരണമെന്ന്, പക്ഷേ ആൻറ്റിയുമായിട്ട് എനിക്ക് തോന്നുന്നു നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്, ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറിയ ഞങ്ങളും ആ ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് ചാണ്ടി ഞാനുമായിട്ട് മിക്കവാറും കാണുന്ന ഒരു അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭരണരംഗത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഇവരൊക്കെ തമ്മിൽ സൂക്ഷിക്കുന്ന ഒരു മാനസിക അടുപ്പത്തിൻ്റെയൊക്കെ തെളിവാണ് ബിനീഷ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. താൻ ജയിലിൽ കിടന്ന സമയത്ത് വീട് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവത്തിൻ്റെ കാലത്തിനൊക്കെ ആ കുടുംബത്തിന് പിന്തുണയുമായി വാക്കുകളാലും ഒപ്പം തന്നെ മറ്റു സഹായങ്ങളും ഒക്കെയായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം തന്നെയാണ് തന്നെ ഇവിടേക്ക്